നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായിട്ടെങ്കിലും കടന്നെത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണക്കാരൻ എന്ന് പറയാവുന്ന രാജിവെച്ച MLA ശ്രീ PV അൻവറിനെ അതെ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആദ്യം കാണേണ്ടത് ശ്രീ അൻവറിനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ രാജിവെക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു ഇലക്ഷൻ നടന്നിട്ട് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ അതിൽ. അപ്പോൾ അതിനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, അവസരം കേരളത്തിലെ ജനങ്ങൾക്കുള്ള അവസരമാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 വർഷം ജനങ്ങൾ കാത്തിരിക്കണം മറ്റൊരു റിയാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിജസ്ഥിതി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 3ാം വട്ടവും പിണറായി അധികാരത്തിൽ വരുമെന്നൊരു നരേഷൻ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വസ്തുതയല്ല എന്നതൊരു സത്യമാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഇന്ന് വരികയാണ്. ആര്യാടൻ ഷൗക്കത്തായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഷൗക്കത്താണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും സംശയമൊന്നുമില്ലേ? അല്ല, ഞാൻ അങ്ങനെ ബെസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ് എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എല്ലാ ചോയ്സിനെ കുറിച്ചും കൃത്യമായി പഠനം നടത്തിയിട്ട് ജനങ്ങളുടെ മാനസികാവസ്ഥ പരിശോധിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ആരുടെയും എതിർപ്പില്ലാതെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം നിലമ്പൂരിൽ എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. കാരണം ഞാൻ 2 മാസം മുമ്പ് നടത്തിയ പൊളിറ്റിക്കൽ പ്രസ് മീറ്റിൽ ഞാനന്ന് കൃത്യമായി പറഞ്ഞ BJP സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന്. അന്ന് എന്നെ കളിയാക്കിയവരുണ്ട്. ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ സംഘപരിവാറും CPM-ഉം നേതൃത്വവും തമ്മിലുള്ള കൃത്യമായ ബന്ധത്തിൻ്റെ ഏറ്റവും പച്ചയായ സാക്ഷ്യപത്രമായി നിലമ്പൂർ ഇലക്ഷൻ മാറാൻ പോവുകയാണ്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പ്രസ് മീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പരസ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ, UDF സ്ഥാനാർത്ഥി ഇന്ന ആളാകണമെന്ന ആഗ്രഹവും താല്പര്യവും പ്രകടിപ്പിക്കുകയുണ്ടായി. താങ്കൾ മുന്നോട്ട് വെച്ചത് VS ജോയിയുടെ പേരാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജോയിയുടെ പേരിനല്ല, ഷൗക്കത്തിൻ്റെ പേരിനാണ് മുൻതൂക്കം എന്നുള്ളതാണ്. അപ്പോൾ ജോയി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഉണ്ടോ? ഞാൻ ജോയി എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടോ ഒന്നുമല്ല ചോദിച്ചിട്ട് ആ പേര് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഇഷ്യൂ ബേസ്ഡാണ്. ആ ഇഷ്യൂ ബേസ്ഡ് എന്ന് പറയുന്നത് നിലമ്പൂരിനെ പോലെ ഒരു മണ്ഡലം മലയോര മേഖലയാണ്. 70%. എത്രയോ ആളുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ അവിടെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു മലയോര കർഷകൻ എന്ന നിലക്കും മലയോര മേഖലയിൽ നേരിടുന്ന വിഷയങ്ങൾ നേരിട്ട് അനുഭവസ്ഥൻ എന്ന നിലക്കും ആ നിലക്കാണ് അന്ന് DCC പ്രസിഡന്റ് എന്ന നിലക്ക് ജോയിയുടെ പേര് കൺസിഡർ ചെയ്താൽ നന്നായിരുന്നു. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇപ്പോഴും വനമേഖലയിൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. ജോയി ആണ് ഇപ്പോഴും കൺസിഡർ ചെയ്യപ്പെടേണ്ടത് എന്ന റിക്വസ്റ്റ് ഇപ്പോൾ അൻവറിനുണ്ട്. അല്ല, അത് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഇഷ്യൂസ് ഇപ്പോഴും അതിലേറെ 5 മാസം മുമ്പുണ്ടായതിനേക്കാളും രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് എല്ലാ കൃഷിയും നശിച്ച് അവസാനം കുറച്ച് ബാക്കിയില്ല റബ്ബറാണ്. ആ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളെ കിട്ടാനില്ല. കാരണം അവരെയാണ് പുലി പിടിക്കുന്നത്, ആന ചവിട്ടി കൊല്ലുന്നത്. അവർ സൂര്യൻ ഉദിക്കുന്നതിന് തൊഴിലിന് പോകുന്നവരാണ്. ഈ നിലമ്പൂരിൽ ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ കൃഷി വിളവെടുക്കാൻ കഴിയാതെ, റബ്ബർ ടാപ്പ് ചെയ്യാൻ കഴിയാതെ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ആളുകൾ നിൽക്കുകയാണ്. അവർക്ക് പട്ടിണിയിലേക്ക് ലോൺ അടക്കാൻ കഴിയുന്നില്ല, ജപ്തിയിലേക്ക് പോകുന്നു. ഒരു സർക്കാർ വായും പൊളിച്ചിരിക്കുകയാണ്. എന്നിട്ട് 4 കൊല്ലത്തെ എന്തോ ഒരു കുന്തം പ്രോഗ്രസ് കാർഡുമായി നിലമ്പൂരിലേക്ക് വരുന്ന പറയുന്നത്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണ്ടേ? അല്ല, അതിപ്പോ ഷൗക്കത്താണെങ്കിൽ കുഴപ്പമുണ്ടോ? മലയോര കർഷകരുടെ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ഷൗക്കത്ത് ഏതെങ്കിലും തരത്തിൽ പോരാ? ഞാൻ ഷൗക്കത്തിന്റെ കുഴപ്പമല്ല പറഞ്ഞത്. ജോയിയെ പറയാനുണ്ടായ കാരണം അത് ഇഷ്യൂ ബേസ്ഡ് ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഷൗക്കത്തിന് കുഴപ്പമുണ്ട് എന്നല്ല ആ പറയുന്നതിൻ്റെ അർത്ഥം. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ, ആർക്കാണ് നന്നാവുക എന്ന കാര്യങ്ങൾ ആലോചിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. അതിൽ UDF ലീഡർഷിപ്പ് തീരുമാനിക്കട്ടെ.